ഹലോ ഫ്രണ്ട്സ്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ടോ. കുട്ടികൾക്കാണ് തോന്നിയത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്നൊരു റവ കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക്, എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണം റവയുടെ. പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ റവ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യും കൂടി എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ടോ. ഇത് സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു സ്വീറ്റ്സാണ്. പിന്നെ ഞാനത് തൊട്ട് നോക്കിയിട്ടോ, ചൂടൊക്കെ ആയോ നോക്കി. ഒന്ന് ചൂടാവുമല്ലോ ഉണ്ട്. അപ്പോൾ റവ ഒന്ന് ചൂടാവണം, ഒന്ന് ചൂടാക്കി നെയ്യൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. അത് കുറച്ചൊക്കെ താഴെയൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ ആ ചീനിച്ചട്ടീനെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. നമുക്ക് ഈ റവ വേവാനുള്ള വെള്ളം അറിയാമല്ലോ, അതിൽ വെച്ച് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കളർ ചേർക്കണവർ കളർ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ കളറൊന്നും ചേർത്തില്ല, മഞ്ഞൾപ്പൊടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെച്ചു കേട്ടോ. അതൊന്ന് അത്യാവശ്യം നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടു. അതായത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടോ. അത്യാവശ്യം നമുക്കറിയാമല്ലേ എത്ര വേണ്ടി വരും പഞ്ചസാര എന്ന് അറിയണ ഒരളവിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ. പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് നന്നായി തിളയ്ക്കാൻ വെച്ചു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ച വറുത്ത് മാറ്റി വെച്ച റവ ഉണ്ടല്ലോ, അതെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വേറൊന്ന് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുന്നേ നോക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യിൽ കാഷ്നട്ട്സും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്ക് കാഷ്നട്ട്സ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ ഉണ്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മധുരം മതിയോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. മധുരം മതിയെന്ന് തോന്നുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ല മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവ് പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നല്ല മധുരം ആയിക്കോട്ടെ. ഷുഗർ ഉള്ളവർക്ക് വേണ്ട കേട്ടോ. അല്ല കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പഞ്ചസാര ഒന്ന് ഇതായതിനു ശേഷം അതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേസരി. നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ്സൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.